പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വിനാഗിരി ഒഴിക്കാതെ നല്ല ടേസ്റ്റിൽ മാങ്ങച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. കുറേ കാലം പൂപ്പൽ വരാതെ തന്നെ ഇരിക്കുന്ന അച്ചാറാണിത്. ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എനിക്ക് കുറച്ച് പച്ചമാങ്ങ കിട്ടിയതാണ്. അത് നന്നായിട്ട് കഴുകി നല്ല തുണി വെച്ചിട്ട് തുടച്ച് വെച്ചതാണിത്. വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടാവാൻ പാടില്ല. ഇതുപോലെ കഷ്ണങ്ങളാക്കി വെക്കണം. ശേഷം 3 ടേബിൾ സ്പൂൺ കല്ലുപ്പിട്ട് കൊടുക്കുക. അത് എല്ലായിടത്തും എത്തുന്നതിന് വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുക. അടച്ച് വെച്ചിട്ട് അതിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് വെക്കണം. ഞാൻ രാത്രിയിലാണ് വെക്കുന്നത്. രാവിലെ ഇത് എടുത്ത് വെള്ളം ഊറ്റുന്നതിന് വേണ്ടി അടുപ്പിലേക്ക് മാറ്റിയതാണ്. എല്ലാം മാറ്റിയതിന് ശേഷം ആ വെള്ളം ഒന്ന് മാറ്റി വെക്കണം. അത് ആവശ്യമുണ്ട്. ഒരു പരന്ന പാത്രത്തിലാക്കി നിരത്തി വെക്കണം. അത് വെള്ളം വറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നിരത്തി വെക്കുന്നത്. എന്നിട്ട് വെയിലത്ത് കുറച്ച് നേരം വെക്കുക. ഊറ്റി വെച്ച വെള്ളം ഒന്ന് മാറ്റി വെക്കട്ടോ, നമുക്ക് ആവശ്യമുണ്ട്. വെയിലത്ത് വെച്ചതിന് ശേഷം മാങ്ങ ഇങ്ങനെയാണ്. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് 3 ടേബിൾ സ്പൂൺ വെള്ളെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം തീ ഓഫാക്കി വെക്കണം കേട്ടോ. ശേഷം 3 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചച്ചുവ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ആയാൽ അതിൻ്റെ കളറ് മാറില്ല. ഇനി ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ്. അതേമാതിരി തന്നെ 3 ടേബിൾ സ്പൂൺ കടുക് വറുത്ത് പൊടിച്ചതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ കായം വറുത്ത് പൊടിച്ചത് ഇട്ടുകൊടുത്തു. ഇത്രയും മതി. ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ അച്ചാർ ഉണ്ടാക്കാൻ ഇത് മാത്രം മതി കേട്ടോ, വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ആ ഉപ്പുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം എടുത്താൽ മതി. ഇത് ഭരണിയിലേക്ക് മാറ്റുമ്പോൾ ഭരണിയിലൊക്കെ എള്ളെണ്ണ ഒന്ന് തടവി കൊടുക്കണം. അച്ചാറൊക്കെ ഇട്ടതിന് ശേഷം അതിന് മുകളിലും കുറച്ച് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.